വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് കൊരിന്ത്യ ലേഖനത്തിൽ നിന്നാണ്. 2 Corinthians chapter 4 verse 16, 17, 18. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 16, 17, 18 വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ ഈ സന്ദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. കർത്താവിന് സ്തോത്രം. പൗലോസിന്റെ ശുശ്രൂഷയാൽ ഉരുവായ സഭയാണ് കൊരിന്തിലെ സഭ. ആ സഭയെക്കുറിച്ച് ബൈബിൾ പറയുന്ന ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭ. ഞാൻ തുടക്കത്തിലേ പറയാം, ആത്മീകത ഉണ്ടാക്കാൻ എളുപ്പമാണ്, അത് നിലനിർത്താൻ വലിയ പാടാണ്. ഒരു കാലത്ത് ഞാൻ ഭയങ്കര പ്രവാചകനായിരുന്നു, ഇപ്പം സ്തോത്രം പോലും ഇല്ല. ഒരു കാലത്ത് എനിക്ക് ഭയങ്കര അഭിഷേകമായിരുന്നു, ഇപ്പൊ ഒട്ടുമില്ല. എവിടാ പ്രശ്നം എന്നറിയാമോ? കൃപ പ്രാപിക്കുന്നതല്ല വിഷയം, കൃപ നിലനിർത്തുന്നതാ വിഷയം. സ്തോത്രം. ചിലര് നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ട എന്ന് പറഞ്ഞാൽ അന്നും സ്തോത്രമേ ഉള്ളൂ, ഇന്നും സ്തോത്രമേ ഉള്ളൂ. എന്നാൽ കൊരിന്തിലെ സഭ ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയായിരുന്നു. ആ സഭയ്ക്കകത്ത് ചേരുതാത്ത ചില കാര്യങ്ങൾ ആ സഭയ്ക്കകത്ത് ഉണ്ടായി. ഒരു സഭയ്ക്ക് ചേരുന്ന കാര്യങ്ങളുമുണ്ട്, ചേരാത്ത കാര്യങ്ങളുമുണ്ട്. സ്തോത്രം. അത് നമ്മുടെ വസ്ത്രധാരണം തൊട്ട് ജീവിതത്തിന്റെ സമൂല മേഖലകളിലും ചേരേണ്ടത് ഉണ്ട്. അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ലേ, ദൂതിലേക്ക് വരിക. ഇപ്പൊ പൗലോസ് കൊരിന്തിലെ സഭയ്ക്ക്, നിങ്ങൾക്കറിയാം, ലേഖനങ്ങളുടെ ഒരു പ്രത്യേകത എല്ലാം ശരിയാകണമെന്നാ. ആരെയും സുഖിപ്പിച്ചല്ല ലേഖനം എഴുതുന്നേ, നമ്മൾ നന്നാകണമെന്ന് പറഞ്ഞ ലേഖനം. അതുകൊണ്ടാണ് പുതിയ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കേണ്ടത് ലേഖനങ്ങളാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഇത് നിത്യതയ്ക്കായി വിളിക്കപ്പെട്ട ജനം, നിത്യത നോക്കി പാർക്കുന്നവർ എക്കാലത്തും തിരിച്ചറിയേണ്ടത് ജീവിതത്തിൽ മാറ്റങ്ങളാണ്. നമുക്ക് ഈ ഭാഗത്തോട്ട് നമ്മുടെ ചിന്തകളെ ഒന്ന് കൊണ്ടുവരാം. ദൈവത്തിന് സ്തോത്രം. ഈ 4-ാം അധ്യായം നല്ല അനുഗ്രഹിക്കപ്പെട്ട അധ്യായം, ഒരു വാക്യം പോലും കളയാനില്ല. ഇതിനകത്ത് ഒരു പദം പൗലോസ് പറയാ, കാണുന്നതിനെ അല്ല, കാണാത്തതിനെയാ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ നോട്ടം എവിടാ? കാണുന്നതിലല്ല. എല്ലാവരും കൂടെ പറഞ്ഞേ, കാണുന്നതിലല്ല, കാണാത്തതില എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു, കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, പക്ഷെ നിങ്ങൾ കോരും. അതൊരു കാഴ്ചപ്പാടാ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, കാണാത്തത് കാണാൻ. 1 കോടി കടവുമായിട്ട് യേശുവിന്റെ അടുക്ക വന്നത് കടം കാണാനല്ല, കാണാത്തത് കാണാൻ. ഒരു വലിയ രോഗവുമായിട്ട് ദൈവത്തിന്റെ അടുക്കൽ വന്നത് രോഗത്തെ കാണാനല്ല, കാണാത്തത്. സ്തോത്രം. നമ്മൾ ആ ഭാഗത്തോട്ട് ചിന്ത കൊണ്ടുവരിക. വളരെ പ്രാർത്ഥനയോടെ ഇരുന്നാൽ നമുക്ക് ആ ഭാഗങ്ങളെ ധ്യാനിക്കാൻ കഴിയും. ഈ 4-ാം അധ്യായം തുടങ്ങുമ്പോൾ പൗലോസ് പറയുക, ഈ ശുശ്രൂഷ ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട്. 4:1 വായിക്കാം. കർത്താവിന് സ്തോത്രം. 4:1. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ. അപ്പൊ ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ ഉണ്ടായത് എന്ത് ലഭിച്ചിട്ടാ? കരുണ ലഭിച്ചിട്ടാ. നീ ഇന്നിവിടെ ഇരിക്കുന്നത് ദൈവത്തിന് നിന്നോട് കരുണ കാണിച്ചോണ്ടാ. പുകഴാൻ ഒന്നുമില്ല, പ്രശംസിപ്പാൻ ഒന്നുമില്ല. ദൈവം കരുണ കാണിച്ചോണ്ടാ. ഇന്ന് ഞാൻ ഈ പ്രസംഗവേദി മൈക്ക് പിടിച്ചോണ്ട് നിൽക്കുമ്പോൾ ദൈവം കരുണ കാണിച്ചത് കൊണ്ടാണ്.
മുമ്പേ കർത്താവിന്റെ ദാസൻ പ്രവീൺ പറഞ്ഞു, ആമി ദൈവത്തിന് സ്തോത്രം, ദൈവം ദയ ചെയ്തത് കൊണ്ടാണ് ആമി ഈ ശുശ്രൂഷ ചെയ്യുന്നത്. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ദൈവം കരുണ കാണിച്ചത് കൊണ്ടാണ്. ഈ 4-ാം അധ്യായത്തിൽ പൗലോസ് നമ്മളെ വിടുവിച്ച കാര്യങ്ങളൊക്കെ പറയുക. നിങ്ങൾ 4-ാമത്തെ വാക്യം, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം. അപ്പൊ ഈ ക്രിസ്തുവിന്റെ സുവിശേഷം എന്തുള്ളതാ? തേജസ്സുള്ളതാ. എന്തുള്ളതാ? നിങ്ങൾക്കറിയാമോ, ഈ ഉൽപ്പത്തി തൊട്ട് നമ്മുടെ തേജസ്സിനോടാ പോരാട്ടം. ആദിമ ആദമിനെ ഹവ്വയും ദൈവം സൃഷ്ടിക്കുമ്പോൾ അവർക്ക് വസ്ത്രങ്ങളില്ല, അവരെ തേജസ് ഉടുപ്പിച്ചു. എന്നാൽ ആദാമ്യ കുടുംബത്തിൽ നഷ്ടപ്പെട്ട തേജസ് യേശു ക്രിസ്തുവിലൂടെ തിരികെ നമുക്ക് ലഭിച്ചിരിക്കുക. ഇപ്പോൾ നമ്മൾ പ്രാപിക്കുന്നത് തേജസ്സാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ നമ്മൾ വാക്യത്തിലൂടെ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ. അപ്പൊ തേജസ്സുള്ള ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രകാശനം നമ്മുടെ അകത്ത് എന്ത് ചെയ്യണം? ശോഭിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നമ്മുടെ ഹൃദയം ബ്ലാങ്കായി കിടക്കരുത്, ഇരുട്ടായി കിടക്കരുത്. കർത്താവിന്റെ സ്തോത്രം. അവിടെ വായിക്കാം, ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ചിലരുടെ മനസ്സ് കുരുടാക്കി. കൃപയാൽ ആ കുരുട്ട് കണ്ണ് പൊട്ടി നീ കൃപയിൽ വന്നിരിക്കുക. ഒത്തിരി പേർക്ക് ഇത് അജ്ഞതയാ. കൈയടിക്കുമ്പോ ചിരിക്കുക, ഓ കൈയടിയോ. പ്രസംഗം വെക്കുമ്പോ ഓ കൺവെൻഷനോ, ഓ ക്രൂസൈഡോ, കൊള്ളാമല്ലോ. അവർക്കൊന്നും അറിയത്തില്ല. ഹല്ലേലൂയ. പിന്നെ നമ്മൾ ആ സ്തോത്രം ചിലപ്പം ചില ആക്ടർമാരെയൊക്കെ വരുത്തി ഉദ്ഘാടനം ചെയ്യിക്കാൻ. അങ്ങനെ ഇവൻ വരട്ടെന്ന് വിചാരിച്ച സ്തോത്രം മിണ്ടുന്നില്ലല്ലോ. ഒരു ക്രിക്കറ്റ് താരത്തെ വരുത്ത ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല. സ്തോത്രം. താരത്തെയൊക്കെ ഇഷ്ടമായിരിക്കും ചിലപ്പം കൊണ്ടോ, പക്ഷെ ഉദ്ഘാടനം ചെയ്യിക്കാൻ വരുന്നില്ല. അവനെ ഇഷ്ടമുള്ള 4 പേര് യോഗത്തിന് വന്നാലോ മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അപ്പം അമ്മി ഇവിടെ എഴുതിയിരിക്കുക, അമ്മി ദൈവത്തിന് സ്തോത്രം, അവിശ്വാസികളുടെ മനസ്സിനെ എന്ത് ചെയ്തു? ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. നീ സുവിശേഷം ഒന്നും യേശു എന്നൊക്കെ പറയുമ്പോൾ നിന്റെ ബന്ധുക്കാരൊക്കെ ചിരിക്കുക. സുവിശേഷം, യേശു, കയ്യടി, സ്നാനം, അഭിഷേകം. എന്റെ കാരണം എന്നാ? അവന്റെ മനസ്സ് സാത്താൻ താഴിട്ട് പൂട്ടിയിരിക്കുക. ഇതെന്തിന്റെ സുവിശേഷമാ? തേജസ്സിന്റെ സുവിശേഷമാ. എന്തിന്റെയോ? ഒന്ന് പറഞ്ഞേ. നിന്റെ അകത്ത് കത്തിയ സുവിശേഷം തേജസ്സിന്റെ സുവിശേഷമാ. പൗലോസ് ഫിലിപ്പിയ സഭയോട് പറഞ്ഞ കേട്ടോ, വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ അന്യന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമെന്ന് വരേണ്ടതിന് ദൈവത്തിന്റെ വചനം പ്രമാണിച്ച് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ നീ പ്രകാശിക്കണം. ഇത് നിന്റെ അകത്ത് കത്തണം. അവിടെ പറഞ്ഞാൽ നിൽക്കാതെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. മനസ്സ് കുരുടാക്കാന്ന് പറഞ്ഞാൽ മനസ്സ് അടച്ചു വെച്ചിരിക്കുക. ഒരു കാലത്ത് പൗലൂസ് ഇത് എഴുതിയ പൗലൂസിന്റെ മനസ്സ് എന്ത് ചെയ്തേക്കുമായിരുന്നു? ഈ ദൈവത്തിന്റെ ഇത് പ്രത്യേകത എന്താണെന്നറിയോ? ഈ ബൈബിൾ മുഴുവൻ നിങ്ങൾ പഠിച്ചേ, ദൈവം എല്ലാം പറഞ്ഞേ നിന്നെ കാണിക്കാമെന്ന. എന്തോ അബ്രഹാമിനോട് പറയുക, ഞാൻ നിന്നെ കാണിപ്പാൻ. അപ്പൊ അർത്ഥം നീ കണ്ടതിനേക്കാൾ വലുതെന്തോ ദൈവത്തിന് കാണിക്കാനുണ്ട്. കണ്ടോ മിണ്ടുന്നില്ല. ചിലർ ചോദിക്കുക, എന്തിനാ പറയാ യോഗം മുടക്കാത്ത? എന്തോ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തുവാണ് അറിയത്തില്ല, സ്ഥലമാണോ അറിയത്തില്ല, വീടാണോ അറിയത്തില്ല. പക്ഷേ ലോകം കണ്ടിട്ടില്ലാത്തത്, ജഡം കണ്ടിട്ടില്ലാത്തത്, മനുഷ്യർ ഓ താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ആമി പ്രാർത്ഥിക്കുന്ന ചിലരോട് ദൈവം സംസാരിക്കുക. ആമി നഥനയാലേ, നീ ഇതിലും വലുത് കാണാൻ പോവാ. ഇതുവരെ കണ്ടതിനേക്കാൾ വലുത്, ഇതുവരെ പ്രാപിച്ച. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഈ നമ്മുടെയൊക്കെ ആഗ്രഹമാണ് ഓലപ്പര കിടന്ന നമ്മളെ കർത്താവ് അമ്മ വിളിച്ച് വേർതിരിച്ച് തിരുവനന്തപുരത്ത് ഒരു മാർബിൾ ഇട്ട വീടിനകത്ത് കൊണ്ട് കേട്ടുമ്പോൾ നമ്മൾ പറയും, എല്ലാവരും ഒന്ന് കാണട്ടെ. ഞാൻ ചുമ്മാ പറയുമല്ല അമ്മ, അങ്ങനൊന്നും കാണിക്കാൻ വേണ്ടി അല്ല ദൈവം വിളിച്ചേ. നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഒരിക്കൽ സാത്താൻ വന്നേച്ച് പറഞ്ഞ കർത്താവ് ആൾക്കാരെ കൂടാനുള്ള പണി ഞാൻ പറഞ്ഞു തരാം. എന്താണെന്നറിയോ? നീ മേളിൽ കയറിയിട്ട് താപ്പോട്ടി ആടണം. ഉടനെ ദൂതന്മാരെല്ലാം കൂടെ നിന്നെ പിടിക്കും. അന്നേരം നിന്റെ യോഗത്തിൽ ആൾ കൂടും.
യേശു പറഞ്ഞു, സാത്താനെ, നിന്റെ കുതന്ത്രം ഒന്നും വേണ്ട ആള് കൂടാൻ. ഒരപ്പക്കഷണം കയ്യിലെടുത്താൽ ആള് കൂടും. മിണ്ടുന്നില്ല. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിനക്ക് വീട് തന്നിട്ടല്ല ആളെ കൂട്ടുന്നേ, നിനക്ക് കാറ് തന്നിട്ടല്ല ആളെ കൂട്ടുന്നേ, നിന്റെ മോളെ ഡോക്ടറാക്കിയിട്ടല്ല ആളെ കൂട്ടുന്നേ. ദൈവത്തിനറിയാം അതിനേക്കാൾ വലുത് നിന്നെ കാണിക്കും. ഞാനിന്ന് വചനം കേൾക്കുന്നവരോട് പറയുകയാണ്, ആമേ, ആത്മാവിൽ പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കാണാത്തതെന്തോ ദൈവം നിന്നെ കാണിക്കുക. നീ പുസ്തകം എടുത്തോണ്ട് ഇറങ്ങിയത്, വലിയതെല്ലാം വിട്ടത്, വലിയ വലിയ ആരാധനകളെല്ലാം വിട്ടിട്ട് റെന്റൽ ഹോളുകൾക്കകത്ത് കൈയടിക്കാൻ വന്നത് വെറുതെ അല്ല, ആരും കാണിക്കാത്ത ചിലത്. ഓ നന്ദി കർത്താവേ. ആരോടൊക്കെയോ പരിശുദ്ധാത്മ പറയുക, ചിലതൊക്കെ അടുത്തു വരാൻ സമയമായി. ഒരിക്കലും കാണത്തില്ലെന്ന് പറഞ്ഞ ചിലതൊക്കെ യേശു കാണിക്കട്ടെ. അവിടെ അത് നമ്മൾ പ്രസംഗത്തിന്റെ ഒടുവിലോട്ട് വരുമ്പോൾ ഭാഗത്തോട്ട് എനിക്ക് അവിടെ ഒരു 5-8 കാര്യങ്ങൾ പറയാനുണ്ട്. സ്തോത്രം. അപ്പൊ നമ്മെ അവിടെ വായിക്കുകയാണ്, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന് ദൈവം. രക്ഷിക്കപ്പെട്ടവരുടെ ഏറ്റവും വലിയ പ്രൗഢി എന്നാണെന്നറിയോ? ഹല്ലേലൂയ. അവരുടെ അകത്ത് ഈ സുവിശേഷത്തിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം അകത്തിങ്ങനെ ജ്വലിച്ചു നിൽക്കുക. ഒരു കല്യാണത്തിന് പോയി മട്ടൻ ബിരിയാണി കഴിക്കുമ്പോഴും അവന്റെ ആശയം മട്ടൻ ബിരിയാണി അല്ല, അടുത്തിരിക്കുന്ന ആത്മാവിന്റെ രക്ഷയാ. ഒരാമയും പറഞ്ഞാട്ട്. ദൈവത്തിന് സ്തോത്രം. ചില കൂത്തുകാഴ്ചകളൊക്കെ വഴിയോ പോകുമ്പോ കാണുമ്പം ഒരു ഭക്തന്റെ ഉള്ളു പറയും, ഇവനൊന്ന് രക്ഷിക്കപ്പെട്ടിരുന്നെങ്കില്, ഇവൻ കർത്താവിനെ ഒന്ന് കണ്ടിരുന്നെങ്കില്, ഇവൻ ദൈവ വെളിച്ചമൊന്ന് പ്രാപിച്ചിരുന്നെങ്കില്. തിരിച്ചറിഞ്ഞ് ദൈവത്തിനൊരു സ്തോത്രം ചെയ്താട്ട്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിപ്പാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഈ പിശാച് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നു. നിങ്ങൾക്കറിയോ, ഈ ദൈവമക്കളോട് എപ്പോഴും നമ്മൾ പറയും, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാകണോ. എന്തോ ആകണം? ഒന്ന് കൈ കൊടുത്ത് വെച്ചാൽ പ്രാർത്ഥിക്കുന്നവരാകണോ എന്ന് പറ. എന്നാ കാര്യം എന്ന് ചോദിച്ചാൽ എല്ലാവരും പ്രാർത്ഥനയാ. നേരം വെളുത്ത് ഒരു വർക്ക്ഷോപ്പുകാരൻ രാവിലെ തുറന്ന ഉടനെ പ്രാർത്ഥിക്കുക, എൻ്റെ കർത്താവേ, ഞാൻ ഈ വർക്ക്ഷോപ്പും തുറന്നുകൊണ്ട് ഇവിടെ ഇരിക്കുക, ഇന്ന് ഞങ്ങളുടെ പഞ്ചായത്തിലുള്ള വണ്ടികളെല്ലാം ഒന്ന് കേടാകണേ കർത്താവേ. അപ്പം അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പം ഒരു വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. നാളെ അന്ന് എൻ്റെ ഒരു വണ്ടി സ്റ്റാർട്ടാഞ്ഞപ്പം അമ്മി വേറെ വണ്ടിയെ വന്ന് കയറ്റിക്കൊണ്ട് പോകുമായിരുന്നു. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പം പല പല വണ്ടികളുണ്ട്. സ്തോത്രം. വണ്ടിയെ കയറിയിരുന്ന് ഉറങ്ങിയാൽ മതി. നിന്നെ വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് വണ്ടി പറയും, അച്ഛാ വീട്ടിലെത്തി, ഇറങ്ങിക്കോ. സ്തോത്രം. പക്ഷേ പ്രോഗ്രാം വല്ലതും തെറ്റിയെങ്കിൽ പോട്ടെ, അതൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായെന്നാ ഞാൻ സ്തോത്രം ചെയ്യുക. ആശുപത്രിക്കാരൻ രാവിലെ പ്രാർത്ഥിക്കുക, കർത്താവേ, ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പം വയറുവേദന തൊട്ട് മൈഗ്രെയിൻ തൊട്ട് സ്തോത്രം സകല രോഗവും വന്നിട്ട് രാവിലെ കൗണ്ടർ നിറയണേ. അതിനാ അവർ പാടുന്നേ. ശവപ്പെട്ടിക്കാരൻ രാവിലെ പ്രാർത്ഥിക്കുക, കർത്താവേ, ഇന്ന് അറ്റാക്കിന്റെ ബഹളമായിരിക്കണേ. ഇതിനിടയ്ക്കൂടെ രാവിലെ എഴുന്നേറ്റ് നീ 2 കോട്ടുവായും വിട്ടൊരു സ്തോത്രം പറഞ്ഞ് ഇങ്ങനെ പോരുക. അവന്റെ പ്രാർത്ഥനയെ കവിയുന്നൊരു പ്രാർത്ഥന നിനക്ക് വേണം. സ്തോത്രം. സ്തോത്രം. ദൈവമക്കളുടെ ഏറ്റവും വലിയ വജ്രായുധം പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിൽ വിടുതൽ പ്രാപിച്ചൊരു ദൈവ പൈതൽ എത്ര വലിയ പ്രശ്നം വന്നാലും അവൻ പ്രാർത്ഥിക്കും. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട സകലതും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ. നമുക്ക് ഈ വാക്യത്തിലോട്ട് വരാം. ഇച്ചിരിയുടെ ഗഹനമായി ചിന്തിക്കാവുന്ന ഭാഗത്തേക്ക് വരാം. ഇനി അതിന്റെ 6ാമത്തെ വാക്യം വായിച്ചേ. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന്
ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അപ്പൊ പ്രകാശിച്ചിരിക്കുന്നു. ഇതെല്ലാം പ്രകാശിക്കേണ്ടത് എവിടാ? ഹൃദയങ്ങളിലാ. എന്താ ചെയ്യണം? ഹൃദയങ്ങളിൽ പ്രകാശിക്കണം. അല്ലാതെ രക്ഷിക്കപ്പെട്ടൊരു ദൈവവിധൽ റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു എന്തുവാ LED ബൾബ് ഇങ്ങനെ കത്തി നിൽക്കുന്ന പോലെ കത്തി നിൽക്കുക. എല്ലാവരും നോക്കുമ്പോൾ അച്ഛൻ കത്തി നിൽക്കുന്നു, ഭയങ്കര തേജ. അങ്ങനൊന്നും അല്ല, തെറ്റിദ്ധരിക്കൊന്നും ചെയ്യരുത്. എന്നാലും ഒരാൾ പറഞ്ഞു, ഞാനോട് പറഞ്ഞു, മോശയുടെ ത്വക്ക് പ്രകാശിച്ച പോലെ ഈ LED ലൈറ്റ് കത്തുന്ന പോലെ എൻ്റെ മുഖം കത്തണം. ഞാൻ പറഞ്ഞു, വെറുതെ അങ്ങനൊന്നും കത്തത്തില്ല. അതൊന്നും അല്ല അതിനർത്ഥം. ഒരാമയും വരുന്നില്ല. അങ്ങനെ നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്റെ മുഖം മാത്രം കത്തിയിരിക്കുമല്ലോ, അങ്ങനൊന്നും അല്ലെന്നേ അതിൻ്റെ വ്യാഖ്യാനം ശരിയായില്ലേ വലിയ പ്രോബ്ലമാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച്, ഇതല്ല എവിടെ പ്രകാശിക്കണം? നിങ്ങൾക്കറിയാമോ? ദൈവത്തിന് സ്തോത്രം, മനുഷ്യ ഹൃദയങ്ങളിലാണ് ഏറ്റവും വലിയ പ്രവൃത്തി നടക്കുന്നത്. അതുകൊണ്ട് പൗലോസ് എഫെസോസിലെ സഭയിൽ എഴുതിയപ്പോൾ നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം, ഹൃദയ കണ്ണ് തുറക്കണം. ഒരാമയും പറഞ്ഞാട്ട് ഞാൻ വീണ്ടും പറയാം, കാണാത്തത് കാണേണ്ട കണ്ണ് തുറക്കണം. ഒരാമയും വരുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ചെറിയ വചനം പറയാം, അതിൻ്റെ പ്രസംഗമല്ല, എന്ന ഒരു ചെറിയ വചനം മനസ്സിലാക്കാനാ. സ്തോത്രം. അബ്രഹാമിനൊരു മകനുണ്ട്, മകൻ്റെ പേര് ഇസഹാക്കെന്ന. ബൈബിളിലെ വാക്യം പറയാം, വാറ്റത്ത സന്തതി. അവനൊരു സ്ഥലത്ത് വന്നിട്ട് പറയാം, ഇവിടം കുഴിക്കണം. അതിൻ്റെ കാരണം എന്താ? എൻ്റെ അപ്പന്മാരുടെ കാലത്ത് കുഴിച്ച് എൻ്റെ അപ്പൻ മരിച്ചപ്പോൾ ഫെലിസ്ത്യർ മൂടിയ ഉറവ ഞാൻ നിൽക്കുന്നിടത്തോണ്ട്. കാണാത്തത് കാണാൻ അവൻ്റെ കണ്ണ് തുറക്കുക. ആരും ചെയ്യാത്ത ചിലത് നിന്നെ കൊണ്ട് ദൈവം ചെയ്യിക്കട്ടെ. ആരും പറയാത്ത ചിലത് നീ പറയട്ടെ. യേശുവിന്റെ നാമത്തില് തിരിച്ചറിഞ്ഞ് ദൈവത്തിനോട് സ്തോത്രം ചെയ്യ്. ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരുടെ കണ്ണെത്താത്ത വിഷയത്തിനകത്ത് നിന്റെ കണ്ണ് ഓടിയെത്തട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട് ദൈവത്തിന് സ്തോത്രം. അപ്പം ഇതിൻ്റെ എല്ലാം നിദാനം നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഈ ചിലർക്കിപ്പം കുറേ കടം കയറി, ഒരു 5 കോടി രൂപ കടം കയറിയപ്പോൾ അവർ പറയാം, ബ്രദറെ ഭയങ്കര കടം കേട്ടോ, ബ്രദറെ എന്നെ നാട്ടുകാരെല്ലാം കൂടെ വലിച്ചു കീറാൻ ഇരിക്കുക, അവർ കിട്ടിയ എന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നവരുണ്ട്. 25 കോടി കടം കയറിയിട്ട് പറഞ്ഞോളൂ, കുഴപ്പമില്ല, അതൊക്കെ വീഴാൻ ദൈവം കൃപ തരും. അതൊരു ഹൃദയദൃഷ്ടി തെളിഞ്ഞവൻ്റെ വാക്കാ. ഒരാമയും വരുന്നില്ല. ഒരു ദേശം മുഴുവൻ വന്ന് പറഞ്ഞു, ഞങ്ങളുടെ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമാ, വെള്ളം പഥ്യമല്ല. ഉടനെ പ്രവാചകൻ പറയാ, ഒരു തളികയിൽ ഉപ്പ് കൊണ്ടുവാ, നിന്റെ പ്രോബ്ലത്തെ ഉപ്പ് തൊടാൻ പോവാ. പ്രാർത്ഥിക്കുന്ന ചിലരോട് ദൂത് പറയാം, ഹൃദയ കണ്ണ് തുറന്നാൽ യെസ്, നിന്റെ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ ഹൃദയ കണ്ണ്. യെസ്, നല്ലൊരു ഹല്ലേലൂയ പറ. ഒരിക്കൽ ഞാൻ ഒരു മനുഷ്യൻ്റെ സാക്ഷ്യം കേട്ടു. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അയാളെ ഒരു നല്ല കമ്പനിയുടെ ഉയർന്ന പൊസിഷനിൽ ജോലി ചെയ്യുക. അയാളുടെ ജോലി നഷ്ടപ്പെട്ടു. അദ്ദേഹം വൈഫിനെയൊക്കെ അവിടെ കൊണ്ടുവന്ന് സ്തോത്ര ഒരു പുതിയ താമസ സൗകര്യത്തിലോട്ടൊക്കെ മാറി നല്ല പൊസിഷനിലാണ്. കമ്പ്യൂട്ടർ ഈ സോഫ്റ്റ്വെയർ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ പുള്ളിക്കാരന് സ്തോത്രം ജോലി നഷ്ടപ്പെട്ടു. ഭാര്യ ആദ്യം കയറ്റി വിട്ടു. പിറ്റേന്ന് പുള്ളി എപ്പോഴും ഫ്ലൈ ചെയ്യുന്നയാളാണ് അദ്ദേഹം. ഈ കമ്പനി അത്ര ഒരു ഇൻ്റർനാഷണൽ കമ്പനിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് വന്ന ഫ്ലൈറ്റ് ഫുള്ളായിരുന്നപ്പം എയർപോർട്ടിൽ ടിക്കറ്റിൻ്റെ അവിടെ വന്നപ്പം അവർ അദ്ദേഹത്തിൻ്റെ സ്തോത്രം ബോർഡിംഗ് ബസ് അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്ത് ഫസ്റ്റ് ക്ലാസ്സിലോട്ട് വിട്ടു. കാരണം ബിസിനസ് എക്കണോമിക് ക്ലാസ് മുഴുവൻ ഫുള്ളാണ്. അങ്ങനെ പുള്ളി ഫസ്റ്റ് ക്ലാസ്സിൽ ആകെ 2 പേരേ ഉള്ളൂ. സ്തോത്രം. ഒരാളെന്ന് ഇരുന്ന് ഫോണിൽ കൂടെ വഴക്കുണ്ടാക്കുക. ഫസ്റ്റ് ക്ലാസ്സിൽ ഇരുന്ന് ആരും വഴക്കുണ്ടാക്കത്തില്ല. കാരണം അയാൾ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുക. അപ്പോൾ ഈ വഴക്കുണ്ടാക്കുന്ന ആൾ സംസാരിക്കുമ്പം അദ്ദേഹം ഏതോ ഒരു കമ്പനിയുടെ ഉയർന്ന ആളാണ്. അദ്ദേഹത്തിന് എന്തോ പരിഹരിക്കാൻ പറ്റാത്ത സോഫ്റ്റ്വെയർ ഫീൽഡിൽ ഒരു പ്രശ്നമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായപ്പം അയാൾ ഫോൺ നിർത്തിയപ്പം പുള്ളി ഇവിടെ ഇരുന്നുകൊണ്ട് ചോദിച്ചു, സാറേ എന്നാ പറ്റിയെന്ന് ചോദിച്ചു. എന്നാൽ പറഞ്ഞു, കമ്പനിയിൽ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായി, അമേരിക്കയിൽ നിന്നൊരു ടീം വന്നിട്ട് ഇഷ്യൂ ശരിയാവുന്നില്ല. ഞാൻ പറഞ്ഞു, സാറേ ആ ഫോണിൽ കൂടെ എനിക്ക് സാറിൻ്റെ ഓഫീസുമായിട്ടൊരു കണക്ഷൻ തരാമോ? അപ്പോൾ പുള്ളി ചോദിച്ചു, നീ ഈ ഫീൽഡിലാണ്? ഞാൻ ഈ സെയിം ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം ജോലി ചെയ്ത കമ്പനിയൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ ഫോൺ വിളിച്ച് അദ്ദേഹം കമ്പനിയുമായി ബന്ധപ്പെട്ടു. തൻ്റെ കൂടിരുന്നവൻ്റെ ലാപ്ടോപ്പിൽ കയറി കമ്പനിയുമായിട്ട് സംസാരിച്ച് എന്തൊക്കെ ചുരുക്കി പറയാം 15 മിനിറ്റ് കൊണ്ട് ആ ഇഷ്യൂ ശരിയായി.
ആ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുക, എത്ര രൂപ ശമ്പളത്തിനാ ജോലി ചെയ്ത്? ഞാൻ പറഞ്ഞു, ഇത്ര ലക്ഷത്തിനാ, ഡബിൾ സാലറി തന്നേക്കാം, നീ ഇന്ന് മുതൽ എൻ്റെ സ്റ്റാഫാ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, കാണാത്തത് കാണാൻ ഈ ദിവസങ്ങളിൽ നിന്നെ കണ്ണ് തുറക്കണം. നീ എന്തിനോ, പാസ്റ്റർ മുമ്പേ പറഞ്ഞു, പാസ്റ്റർ ബിജു പറഞ്ഞു, നീ എന്തിനോ അടുത്താണ്, അത് നീ തൊട്ടിട്ടില്ല, അത് തൊടാൻ സമയമായി. ഓ, നീ എന്തിനോ, യെസ്, നന്ദി കർത്താവേ. നമ്മുടെ ഉള്ളം ഒന്ന് നിറയട്ടെ. അപ്പൊ നമ്മുടെ ഹൃദയദൃഷ്ടി എന്ത് ചെയ്യണം? പ്രകാശിക്കണം. ഇന്നത്തെ മെസ്സേജ് തീർന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് നിന്റെ ഹൃദയ കണ്ണ്, നിങ്ങൾ ഏലിയാവിന്റെ പുറകെ ഒരു ഏലിശ നടക്കുന്നത്, കർത്താവിന് സ്വത്രം, ഏലിയാവ് കഴിക്കുന്ന അപ്പത്തിന്റെ മുറി കഴിക്കാനല്ല. അവന്റെ കണ്ണിന്റെ നോട്ടം വേറെ മേഖലയിലാ. എനിക്ക് ഈ അഭിഷേകം വേണം, ഇങ്ങനെ പോരാ, ഈ ഇരട്ടിയായി. അതെന്റെ കണ്ടോ യെസ്, ഉള്ളിൽ വല്ലതും ബോധ്യം വരുന്നുണ്ടോ? ഒരു ഉപദേശി വന്നാലും തലേ കൈ പോയി വെക്കാതെ വിടുകയില്ല. ആര് ചെന്നാലും മുട്ടുകുത്തി കൊടുക്കും. അതിന്റെ കാരണം ചുമ്മാതല്ല, ഞാൻ കാണാത്തത് എന്തോ. കൃപ 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 കൃപ. ഞാനൊരു വെളിപ്പാട് പറയാം. ഈ ദിവസങ്ങളിൽ എന്തൊക്കെയോ ദൈവം നിന്നെ കാണിക്കാൻ പോവാ. നിന്റെ സന്തതിയുടെ വിടുതൽ കാണാൻ പോവാ, നിന്റെ കുടുംബത്തിന്റെ വിടുതൽ. യെസ്, അല്പനേരം സ്തുതിക്കാൻ പറ്റുമെങ്കിൽ സ്തുതിച്ചോ. യേശുവിന്റെ നാമത്തില് സ്തുതി ഉയരട്ടെ ഇവിടെ നിന്ന്. അപ്പം ഒന്നാമത് പറയുകയാണ്, ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ എന്ത് ചെയ്തു? കുരുട. നിങ്ങൾക്കറിയാമോ, ഈ മനസ്സെന്ന് പറഞ്ഞാൽ എന്തുവാ മനസ്സ് കുരുടാക്കിയെന്ന മനസ്സെന്തുവാ? മനസ്സെന്തുവാന്ന് ഇങ്ങനല്ല. മനസ്സെന്തുവാ? ചിന്തകളും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ആലോചിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നതെല്ലാം മനസ്സിലാണ്. അതുകൊണ്ട് ഈ ഭയങ്കര പോരാട്ടമായി പൗലോസ് കൊരിന്ത്യയിലെ സഭയോട് പറഞ്ഞു കേൾക്കണോ, ക്രിസ്തു എന്ന ഏക പുരുഷന് നിന്നെ നിർമ്മല കന്യകയെ ഞാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. നമ്മുടെ ഈ പാട്ടും പ്രസംഗവും എല്ലാം എന്തിനാന്നറിയോ? ഒരു കല്യാണം നടക്കാൻ പോവാ. എന്താ നടക്കാൻ പോവാ? അതിന് ഉറപ്പിച്ചവരായി ഇവിടെ ഇരിക്കുന്നേ. ആരെങ്കിലും ഉറപ്പിക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പിച്ച എഴുന്നേറ്റ് പോകാവൂ. ഇവിടെ കാറും വീടും കിട്ടിയില്ലേലും പേടിക്കരുത്, ഒരു കല്യാണം നടക്കൂ. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഞാൻ പൗലോസ് പറഞ്ഞ കേട്ടെ, ഇവിടെ കാണുന്നത് താൽക്കാലികമാ. ഇവിടെ കാണുന്നത്, നിങ്ങൾ ഇന്നലെ കണ്ടോ ന്യൂസിനകത്ത്, സ്തോത്രം, ഇറാനിലെ എണ്ണപ്പാടത്തിന്റെ മണ്ടയ്ക്ക് അമേരിക്ക മിസൈലിട്ടു. നിങ്ങൾ ചോദിക്കും, ഉപദേശി, ഇറാനിലെ എണ്ണപ്പാടത്തിൽ അമേരിക്ക മിസൈൽ? ഞാൻ എന്താണ്, ഇപ്പം ഗ്യാസ് ഇല്ലെന്ന് പറഞ്ഞ് ഹോട്ടൽ പൂട്ടി, ചില വണ്ടിയെല്ലാം വഴി കിടക്കും. മിണ്ടുന്നില്ല. അവിടെ യുദ്ധം നടന്നാൽ ഇവിടെ എന്താ? ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറയാം, ഇത് അവസാനമല്ല, ഈറ്റുനോവിന്റെ ആരംഭമാ. അതിനർത്ഥം പ്രിയന്റെ വരവ് വാതുക്കലായിരിക്കുന്നു. ഇനി താമസമില്ല, നിന്റെ മണവാളൻ വരും. അതിനു മുമ്പ് ഒരു റിവൈവൽ. ഇത്രയും യുദ്ധം കൊടുമ്പുരി കേഴാമി കൊണ്ട് നിൽക്കുമ്പോൾ ഇന്നലെ യൂട്യൂബിൽ കണ്ടു 80 ലക്ഷം പേരെ ഇറാനിൽ യേശുവിനെ സ്വീകരിച്ച് ആരാധിക്കുന്നു. ഒരാമയും വരുന്നില്ല. ഞാനൊരു ദൂത് നിന്നോട് പറയാം, ഏതെല്ലാം കോലാഹലം ഉണ്ടായാലും അകത്ത് പ്രകാശം ലഭിക്കാൻ തുടങ്ങിയാൽ, അകത്ത് സുവിശേഷത്തിന്റെ പ്രകാശം കയറിയാൽ, കൃപ 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 കൃപ. ഇവിടെ കാറ് കിട്ടിയില്ലേലും പരിതപിക്കരുത്, വീട് കിട്ടിയില്ലേലും പരിഭവിക്കരുത്. അതൊന്നും ഇവിടെ വിഷയമല്ല. അതിനേക്കാൾ വലുത് തരാമെന്ന, അതിനേക്കാൾ വലുത് കാണിക്കാമെന്ന. ഒരിക്കൽ സങ്കീർത്തനക്കാലം പറഞ്ഞു, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന്, ബാക്കി പറയോ, ദൈവത്തിന്റെ പ്രവൃത്തിയെ വർണ്ണിക്കും, അല്ലെങ്കിൽ കാണും. മനസ്സിലായി വരുന്നുണ്ടോ? നമുക്ക് ഇച്ചിരൂടെ ഗഹനമായിട്ട് ഈ ദൂതിലോട്ട് വരാം.
കർത്താവിന് സ്തോത്രം. അപ്പം നമ്മുടെ ഹൃദയക്കണ്ണ് തുറക്കണം. മനുഷ്യന്റെ എല്ലാ തീരുമാനങ്ങളും ഹൃദയത്തിൽ നിന്നാണ്. അവിടെ വായിക്കാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. സർപ്പം ഹവ്വായെ എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ ഈ തിരുവനന്തപുരത്ത് ഒരു 15, 16, 20 വർഷം പുറകില് സ്ഥിരമായിട്ട് പ്രസംഗിക്കാൻ വരുന്ന ആളായിരുന്നു. അപ്പം ഞാൻ ഈ തിരുവനന്തപുരത്ത് ഒരു ചർച്ചിൽ പ്രസംഗിക്കാൻ വന്നപ്പം തിരുവനന്തപുരത്ത് നടന്നൊരു കാര്യം ഞാൻ പറയാം. ചർച്ചിൽ പ്രസംഗിക്കാൻ വന്നപ്പം അവരുടെ കൺവെൻഷന് ഒരു ചെറുപ്പക്കാരൻ്റെ സാക്ഷ്യമുണ്ടായിരുന്നു. സാക്ഷി എന്താണെന്നറിയാമോ? കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. നോർത്ത് ഇന്ത്യയിൽ നിന്ന് സുവിശേഷം ചെയ്യുന്ന ഒരു പാസ്റ്റർ മോള് ഇവിടെ തിരുവനന്തപുരത്ത് മാർ ഇവാഞ്ചലിസ്റ്റ് കോളേജിൽ കർത്താവിന് സ്തോത്രം അമ്മി പഠിക്കാനായിട്ട് വന്നു. കർത്താവിന് സ്തോത്രം പഠിക്കാൻ വന്ന സമയത്ത് ധാരാളം സ്തോത്രം യൗവനക്കാര് എല്ലാം അമ്മി പഠിക്കുന്ന ഒരു കോളേജാണ്. അപ്പം അവിടെ സാത്താന്യ ആരാധന ട്രിവാൻഡ്രത്തുണ്ട്. ഞെട്ടരുത്, ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങളുടെ ഏരിയയിൽ തന്നെ ഉണ്ട്. അങ്ങനെ സാത്താന്യ ആരാധനയ്ക്ക് പോകുന്ന ഒരു ചെറുപ്പക്കാരന് വളരെ സ്നേഹം നടിച്ച് ഈ പെൺകുട്ടിയുടെ ഒക്കെ ചെന്നു. അപ്പോൾ ഈ പെൺകുട്ടി നല്ല ദൈവാത്മാവുള്ളവരാണ്. പിള്ളേരൊക്കെ അങ്ങനെ ആവണം കേട്ടോ. അപ്പം നല്ല ദൈവാത്മാവുള്ളവളാണ്. ഇപ്പം ദൈവത്തിന് ഒരാളെ സാത്താന്യ ആരാധനയെ കൊണ്ടു കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ പദവി പൊങ്ങും അവിടെ. അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് സാത്താന്യ ആരാധനയ്ക്ക് ഈ പെൺകുട്ടിയെ കൊണ്ട് പോകാനായിട്ട് കർത്താവിന് സ്തോത്രം ഇവൻ വിളിച്ചു. അവൻ പറഞ്ഞു വരാം, പക്ഷേ എൻ്റെ കസിൻ ഇവിടെ ഉണ്ട്. കസിനോടൊരു പെർമിഷൻ എടുക്കണം, അതിന് നീ കൂടെ വന്ന് ചോദിച്ചാൽ പുള്ളി വിടും. അങ്ങനെ ഇവനെ കൂടെ വിളിച്ചോണ്ട് സ്തോത്രം ഈ കസിൻ്റെ വീട്ടിൽ നിന്ന്, കസിന് ഒരു പാസ്റ്ററാണ്. അവിടെ ചെന്നപ്പോൾ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന നടക്കുക. അന്നേരം ഇവള് പറഞ്ഞു പ്രേയർ കഴിഞ്ഞേ മിണ്ടാൻ പറ്റൂ. അവക്കറിയാം 11 മണിക്കാണ് പ്രേയർ എന്ന്. അപ്പോൾ 11 തന്നെ കൊണ്ടുവന്നു. ആരാധന നടക്കുമ്പോഴാ ചെന്ന് അവൻ പറഞ്ഞു ഞാൻ ഇവിടെ വരത്തില്ല. ഞാൻ വരണോ? നീ ഇവിടെ രണ്ടുപേരും കൂടെ പുറകെ ഇരുന്നു. പാസ്റ്റർ ശുശ്രൂഷിക്കാൻ തുടങ്ങിയപ്പം ചെറുക്കൻ രക്തഛർദ്ദിച്ച് താഴെ വീണു. സ്തോത്രം. ചുരുക്കി പറയാം, ഇവളെ കൊണ്ടുപോകാൻ വന്നതാ, അവനും സ്നാനമേറ്റു. അവന്റെ സാക്ഷിയാകട്ടെ. പിടികിട്ടിയോ? ദൈവത്തിന് സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ദൈവത്തിന് സ്തോത്രം. സർപ്പം ഹവ്വായെ എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ഓർത്തോണം, നീ ഞങ്ങളുടെ ഇതിൽ നിന്നാൽ നിനക്ക് പഞ്ചായത്തിൽ നിന്ന് വേണ്ട ആനുകൂല്യങ്ങൾ കിട്ടും, ഗ്രാൻഡ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് നിന്നെ ഒതുക്കാൻ നോക്കുമ്പോൾ ഓർത്തോണം, നിന്റെ കല്യാണം മുടക്കുക പുള്ളി. മിണ്ടുന്നില്ല. ഇവിടെ നിന്നാൽ സഹായങ്ങൾ ഉണ്ടാവും. ചെല്ലു പറയാം, എൻ്റെ ബ്രദറെ യോഗത്തിൽ പണ്ട് സഹോദരൻ വെള്ളാപ്പള്ളി നടേശൻ സാറ് പ്രസംഗിച്ചപ്പം പുള്ളി പറഞ്ഞു പെന്തിക്കോസിൽ എല്ലാവരെയും കൊണ്ടുപോകുന്നത് ചിക്കൻ 100 രൂപയുടെ ചിക്കൻ ബിരിയാണി കൊടുത്താന്ന് പറഞ്ഞു. അപ്പോൾ അന്നൊരു ഉപദേശി പ്രസംഗത്തിൽ പറഞ്ഞു, എന്നാൽ 200 രൂപയുടെ മട്ടൻ ബിരിയാണി കൊടുത്ത് സാറ് വിളിച്ചാട്ട് അങ്ങോട്ടങ്ങ് വരുമല്ലോ. മിണ്ടുന്നില്ല. ഞാനൊരു സന്ദേശം നിന്നോട് പറയാം, ഇത് മട്ടനും ചിക്കനും കണ്ടിട്ടുള്ള വരവല്ല. ഇപ്പൊ ഏത് വീട്ടിലാ മട്ടനും ചിക്കനും ഇല്ലാത്ത? എടാ, മട്ടനും ചിക്കനും ഒന്നും കൊടുത്താൽ കിട്ടുന്നതിനേക്കാൾ വലുതാ ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോ. വാക്കുകൾ കൊണ്ട് ആരടയ്ക്കാൻ ശ്രമിച്ചാലും അകത്തു പ്രകാശനം ലഭിച്ചവനെ ഒതുക്കാൻ പറ്റുകയെന്ന്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരിക്കലും ഒരു പുള്ളി വിശ്വാസത്തിൽ വന്ന, പേര് ഞാൻ പറയത്തില്ല, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു പ്രസംഗകനാ. വിശ്വാസത്തിൽ വന്നപ്പം അദ്ദേഹത്തെ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി പെരയ്ക്കകത്തിട്ട് പൂട്ടി. അപ്പൊ പുള്ളി ആ പെരയ്ക്കകത്ത് കിടന്ന് ആരാധിച്ചപ്പോ അവര് പറഞ്ഞു, എടാ ഇവനെ വിടുന്നല്ലേ, കാരണം ഇല്ലേ അവൻ ഇവിടെ ആരാധന സ്ഥലമാക്കും. ഒരാളെ ഉള്ളു, എന്നാ പാട്ടാ, വെളുപ്പിനെ 4 തൊട്ട് 8 വരെ പാട്ട്. അവനോട് പറഞ്ഞു, എൻ്റെ പൊന്നച്ചോ നീ പൊക്കോ, എവിടെയെങ്കിലും പോയി പാടിക്കോ, ഞങ്ങൾക്ക് ഇവിടെങ്കിലും സ്വൈര്യതയോടെ കേട്ടോ. അകത്ത് പ്രകാശം ലഭിക്കാത്ത അമ്മാച്ചനെ കാണുമ്പോൾ പേടിക്കും. എന്നെ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ വിളിച്ചു. അവര് പറഞ്ഞു, പാസ്റ്റർ തന്നെ വന്നാൽ മതി, ഒച്ച കുറച്ച് പ്രാർത്ഥിക്കണം. എന്തുവാ ഒച്ച കുറച്ച്? എൻ്റെ ഒച്ച നിങ്ങൾക്കറിയാമല്ലോ, എന്നോടാ കുറയ്ക്കാൻ. ഞാൻ അവരുടെ വീടിന് മുമ്പിൽ വണ്ടി നിർത്തി വെച്ച് പറഞ്ഞു പ്രൈസ് ദി ലോർഡ്. അപ്പൊ അയലോക്കത്തുള്ളവരെല്ലാം
അപ്പൊ ഞാൻ അവിടെ കയറി പ്രാർത്ഥിച്ചിറങ്ങിയപ്പോൾ സിറ്റൗട്ടിൽ നിറച്ച ആൾക്കാർ. അപ്പൊ ഈ പ്രൈസിലോട് പറഞ്ഞപ്പോൾ അയലോക്കത്ത് ഈ പുള്ളിക്ക് എതിര് നിന്ന പലരും TV പ്രോഗ്രാം കാണുന്നവരാ. അപ്പൊ ഇറങ്ങി വന്ന് വെച്ചു, അയ്യോ പാസ്റ്ററോട് വന്ന് ഞങ്ങളുടെ വീട്ടിലൂടെ കയറി ഒന്ന് പ്രാർത്ഥിക്കണേ. അന്നേരം പുള്ളി പറയാ, പ്രൈസിലോട് പറഞ്ഞത് ഗുണമായെന്ന്. എടാ, എവിടെ സ്തുതിച്ച് കാരാഗ്രഹത്തിൽ സ്തുതിച്ചാലും ഗുണമാ. നടു റോഡിൽ ഞാൻ ഇന്ന് ഈ ശുശ്രൂഷ ഒരു ആത്മാവിന്റെ നിറവിലോട്ടൊന്ന് കൊണ്ടുപോകട്ടെ. എന്നോട് പരിശുദ്ധാത്മ പറയുന്നൊരു ദൂത് പറയാൻ, കാണാത്തത് നീ കാണാൻ പോവാ. അടുത്തിരിക്കുന്നത് തൊട്ടച്ച് പറ, കാണാത്തത് കാണാൻ പോവാന്ന് പറ. നിന്റെ വീട് തലകുത്താൻ പോകുമല്ല. 2026 അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിക്കാം. യേശുവിന്റെ നാമത്തിൽ നഥനയോട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിക്കാം. പത്രോസേ, ഞാൻ നിന്നെ കാണിക്കാം. ആരും കാണാത്തത്. നിങ്ങൾക്കറിയോ, ഈ ഏറ്റവും കൂടുതൽ കർത്താവിനെ വെല്ലുവിളിച്ച ഒരാളാ പൗലോസ്. അവൻ ചോദിക്കുന്നിട 4 പേരൊരു വീട്ടിലിരുന്ന് കൈയടിച്ച് പ്രാർത്ഥിച്ച ഉടനെ, ഇവന്മാരെ അടിച്ച എന്നാ കാണിക്കാനാ? ദൈവം പറഞ്ഞ്, നിന്നെ കാണിക്കാം, സ്വർഗത്തിൽ വരെ കൊണ്ട് കാണിക്കാം. നീ താഴത്തെ കാര്യമല്ലേ പറഞ്ഞ, നീ എവിടാ പോന്നേന്ന് ഞാൻ നിന്നെ. പൗലോസ് പറഞ്ഞു, ഞാൻ 3ാം സ്വർഗം വരെ പോയി. അവിടെ കേട്ട ശബ്ദം കേട്ടോ, കാണാത്ത കൊതിക്കുന്നവനെ കാണിക്കുന്നവനാ ദൈവമെന്ന്. ഒരാമയും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആത്മീക നിറവ് വരുന്നുണ്ടോ? എന്തൊക്കെയോ നീ കാണാൻ പോവാ. ശത്രു നിന്നെ വെല്ലുവിളിക്കുന്നുണ്ട്, അവനൊന്നും നിന്നെ കാണിക്കത്തില്ല. എൻ്റെ ദൈവം നിന്നെ കാണിക്കും ചിലതൊക്കെ. ഒരു പിശാച് നിന്നെ ഒന്നും കാണിക്കത്തില്ല. ഒരു മന്ത്രവാദി യേശുവിന്റെ നാമത്തില് മനുഷ്യൻ കാണിക്കുന്നത് നമുക്ക് കാണണ്ട, ദൈവം കാണിക്കുന്നത്. അപ്പൊ ബൈബിളിൽ വായിക്കുക, ക്രിസ്തു എന്ന ഏക പുരുഷന് നിന്നെ നിർമ്മല കന്യകയായി സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട്. ഈ ആരാധിക്കുന്നവന് വേണ്ടത് എന്തുവാ? ഏകാഗ്രത. എന്തോ വേണം? എൻ്റെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. നമ്മുടെ ഈ ട്രിവാൻഡ്രം ചർച്ചയിൽ പലരും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അടുക്ക് വന്നിട്ട്, ഫസ്റ്റ് ഒന്ന് ഏകാഗ്രത കിട്ടുക. ചുമ്മാ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം മനസ്സിൽ കൊണ്ടുവന്ന് കുത്തിവെച്ച് നിന്നെ ഡിസ്റ്റർബ് ചെയ്ത് നീ ചുമ്മാ ബിംബത്തെ പോലെ പാട്ട് പാടുമ്പോൾ ഇങ്ങനെ ആ പാട്ടിന് മൂളുന്നുണ്ട്, ഇങ്ങനെ കൈ നിന്റെ മുഖത്ത് നോക്കുമ്പോഴേ അറിയാം നിന്റെ ചിന്ത വേറെ സ്ഥലത്താണ്. അമ്മി അതുകൊണ്ടാണ് ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഭാഗത്തോട്ടാണ് നമ്മൾ വരാൻ പോകുന്നത്. കർത്താവിന് സ്തോത്രം. അമ്മി സ്വാമി അവിടെ വരിക, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട്. അപ്പൊ ഒരിക്കലും നമ്മുടെ മനസ്സ് എന്ത് പോകരുത്? ഏകാഗ്രത വിട്ടു പോകരുത്. ഒരാമയും പറഞ്ഞാട്ടെ. ആമി. കഴിഞ്ഞ ഏതോ ദിവസം ഞാൻ പ്രസംഗവും പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം. ശലോമോൻ തെറ്റിപ്പോകാൻ കാരണം അവന്റെ അപ്പനെ പോലെ അവന്റെ ഹൃദയം ദൈവസന്നിധിയിൽ എന്തല്ലായിരുന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഏകാഗ്രത ലൈഫിലുണ്ടെങ്കിൽ നിന്നെ തോപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയത്. ഏകാഗ്ര മനസ്സിന് ദൈവ സാന്നിധ്യത്തെ ചെന്ന് തൊടാൻ പറ്റും. ഒരാമയും പറഞ്ഞാട്ടെ. ആവശ്യമില്ലാത്ത ചിന്തകൾ, വലിയ വലിയ അനുഗ്രഹങ്ങൾ മുമ്പിൽ വെച്ച് നീട്ടുമ്പോൾ ചെറിയ ചെറിയ ചിന്തകൾ കൊണ്ട് നിന്റെ നന്മയെയും ചിന്തകളെയും അകത്തുന്ന ആ ബന്ധനം അഴിയണമെന്ന്. നമ്മൾ അവിടെ നിന്നാൽ വായിച്ച വാക്യത്തിനകത്ത് വരാൻ പറ്റത്തില്ല, സമയം പാഞ്ഞു പോവുകയാണ്. കർത്താവ് നമുക്ക് പെട്ടെന്ന് ആ വാക്യത്തിലേക്ക് വരാം. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നെങ്കിലും. നിങ്ങൾ നോക്കി, നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ എന്ത് ചെയ്യും? ക്ഷയിക്കും. അടുത്തിരിക്കുന്ന ആളെ നോക്കി ക്ഷയിക്കുമെന്ന് പറ. 25-ലെ ആ യൗവനം 85-ലുണ്ടോ? പറ ബ്രദർ. ഇച്ചിരി ക്ഷീണമൊക്കെ ഇല്ലയോ? അത് ഈ ശരീരത്തിൻ്റെയാ. സാധിച്ച ഒരു ചെറിയ ക്ഷീണമൊക്കെ പ്രായത്തിൻ്റെയാ. നിങ്ങൾ എന്നെ നോക്കണം. നമ്മുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിക്കുന്നതാ. അതാണ് നമുക്ക് ചെറിയ ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ട്. എന്നാൽ അകമയുള്ള മനുഷ്യൻ, ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കും. ഓരോ ദിവസവും എന്ത് ചെയ്യുക? അകത്തെ മനുഷ്യൻ ചാർജാ. ഈ ബൈബിൾ നോക്കിയ അകത്തെ മനുഷ്യൻ ആരുടെ ചാർജ് ആയിട്ടുണ്ടോ അവന്റെ പുറത്തെ മനുഷ്യനും ശക്തിപ്പെട്ടിട്ടുണ്ട്. അകത്തെ മനുഷ്യൻ ചാർജാണ്. സ്തോത്രം.
സ്തോത്രം. 91 ആണോ 93 ഞാൻ അത്രയും വയസ്സുള്ള ഒരു അച്ഛൻ കോട്ടയം യോഗത്തിന് വന്നു. യോഗം കഴിയുമ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛാ എത്ര വയസ്സുണ്ടാ? 91 ആണോ 90, ഞാൻ ഓർക്കുന്നില്ല. ഞാൻ എങ്ങനെയാ വന്നേ? ബസ്സേല. കൂടെ ആരെങ്കിലും ഉണ്ട്? ഓ, എനിക്കാരും വേണ്ട. പോകുമ്പോ ആര്യാസി കയറി നല്ല 2 മസാല ദോശയും കഴിച്ചിട്ടേ പോകും. എൻ്റെ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പ് 2 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ ഞാൻ കാർ ഓടിക്കത്തില്ല, നടന്നാ പോരുന്നത്. ഞാൻ ചുറ്റി വിശ്വാസത്തിൽ വന്നിട്ട് എത്ര വർഷമായി? 16ാമത്തെ വയസ്സിൽ വിശ്വാസത്തിൽ വന്നു. പുള്ളിയുടെ അകത്തെ മനുഷ്യൻ 43 നമ്മൾ പറഞ്ഞ പ്രഷറുണ്ട്, ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, പിന്നെ ഒത്തിരി കുഴപ്പമുണ്ട്. ടെസ്റ്റിന് നടന്ന മൊത്തം കുഴപ്പമാണ്. പക്ഷെ നാൾക്ക് നാൾ അകത്തെ മനുഷ്യൻ പുതുക്കം പ്രാപിക്കണം. അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണം? അകത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? നിന്റെ അകത്തെ മനുഷ്യൻ. ഇനി അതൊന്ന് മനസ്സിലാക്കി തരാനോട്ട് വരാം. ഈ റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞൊരു പദം 12ാം അധ്യായത്തിന്റെ 2ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. സ്തോത്രം. റോമർ 12:2. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം എന്നും തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. മനസ്സ് പുതുക്കുക എന്ന് പറഞ്ഞാൽ ചിന്ത പുതുക്കണം. എന്തൊക്കെ പുതുക്കണം? ചിന്ത പുതുക്കണം. കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പുതിയ ലെവലിലാക്കണം. ആലോചന പുതുക്കണം. തീരുമാനങ്ങൾ പുതുക്കണം. ഇതെല്ലാം പുതുക്കുമ്പോൾ അറിയാതെ നിനക്ക് വിടുതലുകൾ നടക്കും. മനസ്സ് പുതുക്കണം. നന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിതം, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. തൊട്ടച്ചോറ മനസ്സ് നന്നായിട്ട് പുതുക്കിക്കോളാൻ പറ. ആ പഴയ ചിന്തയൊക്കെ ഒന്ന് ക്യാൻസൽ ചെയ്തേ. നീ തോക്കുന്നുള്ള ആ ചിന്ത ക്യാൻസൽ ചെയ്തേ. നീ എന്തോ ജയിക്കാൻ പോവാ. ഞാൻ വീണ്ടും പറയുന്നത്, കാണാത്തത് എന്തോ പരിശുദ്ധാത്മാവ് നിന്നെ കാണിക്കാൻ പോവാ. ഇന്നത്തെ ദിവസം കുറിച്ചിട്ടോ കലണ്ടറിൽ ഇതുവരെ കാണാത്ത പലതും നിന്റെ കുടുംബത്തിൽ നീ കാണും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം മനസ്സൊരിക്കൽ പുതുക്കിയാൽ മതിയോ? പോരാ. എന്നും നിങ്ങൾക്ക് യെശയ്യാ പ്രവചനത്തിൽ ശക്തമായൊരു വാക്യം, നിങ്ങളെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഇന്നലത്തെ ശക്തി പോരാ. ഇന്ന് ഞാൻ നിന്നോട് ദൂത് പറയാം, നീ ശത്രുവിനെ പേടിക്കുമല്ല, ശത്രുവിന് നിന്നെ ഭയം വേണം. ഓ, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അടുത്ത കേട്ടോ, കഴുകന്മാരെ പോലെ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ഒതുങ്ങാൻ പോകുമല്ല, നീ ചിറകടിച്ച് കയറും. ഒരാമയും പറഞ്ഞാട്ടെ, ഒരാമയും പറഞ്ഞാട്ടെ. എന്നോട് ദൈവം നിന്നെ ഒതുക്കുന്ന എല്ലാ മേഖലകളുടെ മേലും ഒരു ചിറകടിച്ച് കയറ്റം. എത്ര പേര് റെഡിയാ ദൂത് സ്വീകരിക്കാൻ? ഓ, എവിടോ ദൈവകൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. എന്നോട് ദൈവാത്മാവ് നിന്നെ ഒതുക്കിയ സ്ഥലത്ത് നിന്ന് നീ കാത്തിരുന്ന് ശക്തിയെ പുതുക്കണം. നിന്റെ പിള്ളേര് പറയുന്ന പോലെ അല്ല നിന്റെ വീട് പോകുന്നേ. നാട്ടുകാര് പറയുന്ന പോലെ, നീ പ്രാർത്ഥിക്കുന്ന പോലെ. ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പിടി രോഗമുള്ള ആൾക്കാരൊക്കെ ഈ ശക്തി പുതുക്കി കഴിയുമ്പോൾ രാമ്യം പറയണം. സ്തോത്രം എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ശത്രുവിന്റെ ശക്തിയെ വെല്ലുന്ന ശക്തി നിന്റെ അകത്ത് വ്യാപരിക്കണം. ഒരാമയും പറയണം എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയാ, ശക്തി പുതുക്കണം. എത്ര പേര് റെഡിയാ? എന്തോ ചെയ്യണം? ശക്തി പുതുക്കണം. എവിടെ? ദൈവസന്നിധി കാത്തിരുന്ന്. അടുത്ത വാക്യം കൊണ്ട്, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. നീ ഒതുങ്ങിയെന്ന് കഥ പറഞ്ഞവരുടെ മുമ്പില് നിന്റെ യൗവനം, ദൈവം എനിക്ക് വലിയ വെളിപ്പാടുകളെ തരിക യേശുവിന്റെ നാമത്തില്.
ആ നടുക്കിലെ പച്ച ഷർട്ട് ഇട്ടിരിക്കുന്ന ഒരു ബ്രദറുണ്ട്. ആ മഞ്ഞ ഷാൾ ഇട്ടേണ്ട തൊട്ടപ്പുറത്തിരിക്കുന്ന പച്ച ഷർട്ട്. ആ ബ്രദർ ഒന്ന് കൈവെക്കാവോ? കൈവെക്കിയാൽ മതി. ലോർഡ്, നിങ്ങളെ ഒരു കൈ വന്ന് ഇങ്ങനെ താങ്ങി പിടിക്കുന്ന കാഴ്ച എനിക്ക് പ്രാർത്ഥനയിൽ കാണാം. വലിയൊരു മുന്നേറ്റം ലൈഫിൽ നീ പ്രതീക്ഷിച്ചോ? നിന്നെ ദൈവം അടിസ്ഥാനത്തിന്റെ മേൽ ദൈവം നിന്നെ ഉറപ്പിക്കാൻ പോവാ. നിന്റെ വീടിനെ ഒലയ്ക്കുന്ന ഒരു പൈശാചികത്വം ഞാൻ ആത്മാവിൽ കാണുക. നിനക്കതിനെ ഇതുവരെ ജയിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് അത് നിന്നെ കീഴടക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ ഇന്ന് എന്നെ ദൈവത്തിൻ്റെ ആത്മാവ് കാണിച്ചു തരിക, അതിനെ നിനക്ക് കീഴടക്കാനുള്ള ബലം ഈ ദിവസങ്ങളിൽ ദൈവം തരാൻ പോവാ. നീ അതിനെ കീഴടക്കുമ്പോൾ നിന്റെ മുമ്പിൽ നിന്ന് മാഞ്ഞു പോയ പല നന്മകളും തിരിച്ചു നിന്റെ കുടുംബത്തിൽ രൂപപ്പെട്ടു വരും. ഇപ്പം വറ്റി വരണ്ട കിണർ പോലെ വറ്റിക്കിടക്കുക. ഞാൻ പറയുന്നത് ശരിയാണോ? അതെല്ലാം ഒരു കിണറിനകത്ത് ഉറവ തുറക്കുന്ന പോലെ പരിശുദ്ധാത്മാവ് ചിലത് തുറന്നു തരാൻ പോവാ. പലരുടെയും മുമ്പിൽ ഒരു അത്ഭുതം വരത്തക്കവണ്ണം ഒരു ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവിനെ കാണിക്കുക. ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? ഒറ്റയ്ക്കേ ഉള്ള കുടുംബമുണ്ടോ? ലോർഡ്, ലോർഡ്, നിങ്ങളുടെ വീടിനകത്ത് വലിയ ആത്മീക ഉറവ തമ്പുരാൻ തുറന്നു വിടാൻ പോവാ. ഒത്തിരി വർഷമായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ദൈവം പരിഹാരവും വിജയവും കൽപ്പിക്കാൻ പോവാ. നീ തൊടുന്നിടത്തക്ക വന്ന വരെ പരാജയം വിട്ടുമാറിയിട്ട് മോളാണ് അടുത്ത് നിൽക്കുന്നേ ആണോ? ധാരാളം വാഗ്ദത്തങ്ങൾ അവിടെ മേലുണ്ട്. അത് ഓരോന്നോരോന്ന് ബ്രദറെ ഒരു ഭയങ്കര ഫൈറ്റിങ് നടക്കുക. അതിനെ ജയിക്കണം. നീ ജയിച്ചാൽ മാത്രമേ നിന്റെ കുടുംബത്തിന് കരകയറ്റം ഉണ്ടാകത്തുള്ളൂ. അത് മാനുഷികമല്ല, ഒരു പൈശാചികമാണ്. അതെന്താന്ന് വ്യക്തമായിട്ട് നിനക്കറിയുകയും ചെയ്യാം. എന്നാൽ ഇന്ന് പകൽ ആ ശക്തിയെ ജയിക്കുന്ന ഒരു ശക്തി നിന്റെ മേൽ വ്യാപരിക്കാൻ പോവാ. നീ കാത്തിരുന്ന് ശക്തിയെ പുതുക്കിയാൽ അത് നിന്റെ കുഞ്ഞിനോടും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ യഹോവയുടെ പെട്ടകം നിന്റെ കുടുംബത്തിൽ ഒരാളുടെ തോളയിരിക്കും. ലോർഡ്, നിങ്ങൾ കുടുംബമാണോ ഇരിക്കുന്നത്? ലോർഡ്, ബ്രദറെ, യഹോവയുടെ പെട്ടകം നിന്റെ തോളയിലിരിക്കും. നീ ഒതുങ്ങേണ്ടവനല്ല. നിന്നെ ദൈവം അനേകർക്ക് വിടുതലാക്കി തരേണ്ടതാ. നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ ചില വൻകാര്യങ്ങൾ ഉടനെ നടക്കും. ചില വൻകാര്യങ്ങൾ ഉടനെ നടക്കും. അത് ആത്മാവിൽ കണ്ടുകൊണ്ട് സ്തോത്രം ചെയ്യണം. ഞാൻ ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പം തന്നെ ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാം. നിന്റെ കണ്ണിന് വിശ്വസിക്കാൻ പറ്റാത്ത ചിലത് ഈ ദിവസങ്ങളിൽ നീ കാണാൻ പോവാ. യോബ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ പറയുന്നത് ഇരുമ്പടി താണി കൊണ്ട് എഴുതി വെക്കണം. മോളെ, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, നിനക്ക് നല്ല ഭാവിയുണ്ട്. പക്ഷേ എന്നും കരഞ്ഞും ശാപം കേട്ടും ജീവിക്കേണ്ടവളല്ല നീ. നിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ നടുവിൽ വീണ ഒരു ബ്ലോക്ക് നിന്റെ ഭാവിയെ ഇരുത്തിക്കളഞ്ഞു. ലോർഡ് ജീസസ്, എന്നോട് കർത്താവ് പറഞ്ഞു, നീ ആ ഭിത്തിക്കിടെ കൂടെ തലയിട്ട് ആ മോളോട് നോക്കിയിട്ട് പ്രവചിക്ക്. ജീസസ്, നിന്റെ ഒതുങ്ങിപ്പോയ ഭാവിയെ പരിശുദ്ധാത്മാവ് പുറത്തെടുക്കാൻ പോവാ. നിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ വീണ കെട്ട്
ഇന്നത്തെ പ്രാർത്ഥനയിൽ യേശു പൊട്ടിച്ച് എവിടൊക്കെയോ ദൈവത്തിന്റെ സ്പർശനങ്ങൾ വരിക. ഈ സമയത്ത് രോഗമുള്ളവരൊക്കെ രോഗമുള്ള ഭാഗത്തൊന്ന് കൈവച്ചോ. മരുന്നില്ലാതൊരു സൗഖ്യം ഇന്ന് പകൽ മെഡിക്കൽ എവിടോ 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 തടഞ്ഞു നിർത്താൻ പറ്റാത്ത പോലെ. ഈ അല്പ ദിവസത്തിനകത്ത് നിന്നെ ശത്രു കാണിക്കത്തില്ലെന്ന് പറഞ്ഞ പലതും ദൈവം നിന്നെ കാണിക്കാൻ പോവാ. മൂന്നാം സ്വർഗം വരെ പോയ പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. ബാക്കി പറയാ, ഒരു ആമീൻ വരുന്നില്ല. ഈ ദൂത് കേട്ടോണ്ടിരിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുക, കണ്ണു കാണാത്തത്, ചെവി കേൾക്കാത്തത്, ഹൃദയത്തിൽ തോന്നാത്തത്. Glory to God. നിങ്ങൾ എന്നെ നോക്കിയേ, ഒരു മിനിറ്റ് എന്നെ നോക്കിയേ. ഞാനൊരു ആത്മീയ വർമ്മം പറയട്ടെ. ഓരോരുത്തടുത്ത് കൂടാരം മാറ്റി മാറ്റി അടിക്കുമ്പോഴേ ഈ വല്യപ്പച്ചൻ ഓരോ കൂടാരത്തിന് മുമ്പിൽ യാഗപീഠം പണിയുക. നാട്ടിലേക്ക് എൻ്റെ വല്യപ്പച്ച, നിങ്ങൾക്ക് നാട് മുഴുവൻ അടക്കുന്ന സമ്പത്തുണ്ടല്ലോ, നിനക്ക് പിള്ളേരുണ്ടല്ലോ, എന്തോ ഈ യാഗം. അവൻ പറഞ്ഞു, ഞാൻ നോക്കി പാർക്കുന്നത് ഇതല്ല, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനം. കണ്ടോ കണ്ടോ കണ്ടോ, യേശുവിന്റെ നാമത്തില് ആരും കാണാത്തത് നിന്നെ ദൈവം കാണിക്കും. ആരും പോകാത്തടത്ത് നീ പോകും. ആരും സ്തുതിക്കാൻ പറ്റുമെങ്കിൽ സ്തുതിച്ചോ. നിന്റെ വീടിന്റെ മുഖച്ഛായ മാറട്ടെ, നിന്റെ സന്തതിയുടെ മുഖച്ഛായ മാറട്ടെ, നിന്റെ കുടുംബത്തിന്റെ മുഖച്ഛായ. യെസ്, ശത്രു പറഞ്ഞതൊന്നും നിന്റെ വീട്ടിൽ നടക്കത്തില്ല. മന്ത്രവാദി പറഞ്ഞത് നടക്കത്തില്ല. നിന്റെ എതിരാളി പറഞ്ഞത് നടക്കത്തില്ല. ദൈവം വിചാരിച്ചത് മാത്രം. കൃപ 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 കൃപ. ഞാൻ വെളിപ്പാട് പറയാ, എണ്ണപ്പെട്ട ദിവസങ്ങൾക്കകത്ത് എഴുതിയിട്ടോ, നിന്നെ ചിലത് കാണിക്കാൻ പോവാ, നിന്റെ കുടുംബത്തെ ചിലത് കാണിക്കാൻ പോവാ. ഈ സഭായോഗം, ഈ ഉയർപ്പിൻ ദിവസം, ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് എനിക്ക് ആത്മാവ് പറയുന്നു, ആരും കാണാത്തത്. ചിലര് നോക്കിയിരിക്കാൻ നിന്റെ സന്തതി തകരുന്ന കാണാൻ അവര് കാണുകയില്ല. എവിടൊക്കെയോ ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ചില ജപ്തികൾ ക്യാൻസൽ ആകട്ടെ, ചില കുരുക്കുകൾ അഴിയട്ടെ, ചില കുടുംബങ്ങളെ തകർത്ത മന്ത്രവാദങ്ങൾ പൊട്ടട്ടെ. നീ പറയണം, കാത്തിരിക്കുന്നവർ ശക്തിയെ. കൃപ 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 കൃപ. ഒരാമീൻ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് കൈ കൊടുത്തിട്ട് പറ, ശക്തിയെ പുതുക്കാൻ പറ. ഈ ശക്തി പോരാ, എന്തോ വേണം, എന്തോ വേണം. നിനക്കെതിരെ പലരും പുനഃപ്രതിഷ്ഠ നടത്തുന്നുണ്ട്, പക്ഷെ നീ ചെയ്യാൻ പോകുന്നത് അതിനെ ജയിക്കുന്ന ശക്തിയെ. ഓ ഗ്ലോറി ഗ്ലോറി. നിങ്ങറിയോ, ഈ മൂന്നാം സ്വർഗം വരെ പോയ പൗലോസ് റോമിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അബ്രഹാമിന്റെ ചരിത്രത്തെ 4-ാം അധ്യായത്തിൽ കുത്തിക്കയറ്റിയച്ച് ദൈവത്തിന് സ്തോത്രം പൗലോസ് പറയുന്നത് കേട്ടോ. അവന്റെ ദൈവത്തിന് സ്തോത്രം, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന് നിർജീവത്വം ഗ്രഹിച്ചിട്ടും. ശരീരത്തിന്റെ അവസ്ഥ ഗ്രഹിച്ചു. ശരീരത്തിന്റെ എന്ത് ചെയ്തു? അവസ്ഥ ഗ്രഹിച്ചു. ഇപ്പം നിന്റെ കുഞ്ഞിന്റെ അവസ്ഥ ഗ്രഹിക്കണം പക്ഷെ ഒരു കാര്യം, അവസ്ഥയും വിശ്വാസവും രണ്ടാ. ഒരാമീൻ പറഞ്ഞാട്ടെ, ഒന്ന് കൈ കൊടുത്തു വെച്ചാ, അവസ്ഥയും വിശ്വാസവും രണ്ടാന്ന് പറ. ചിരിച്ചു. അവസ്ഥ വേറെ, അവസ്ഥ വേറെ. ആന്റി ഒന്ന് കൈവെക്കോ, ഒന്ന് കൈവെക്കോ ആന്റി. ആന്റി, ദൈവം വെളിച്ചമാണെന്ന്, ദൈവം വെളിച്ചമാണെന്ന് നിന്റെ ജീവിതത്തിൽ തെളിയിക്കാൻ പോവാ. കാരണം നിന്റെ കുടുംബത്തെ മുഴുവൻ ഇരുട്ട് കയറി മൂടി.
ഓരോന്നിന്റെ ജീവനെ അപഹരിച്ച് നിന്റെ കുടുംബത്തെ അനാഥമാക്കി തീർക്കത്തക്കവണ്ണം ശത്രു ഒരു ബാധ പോലെ നിന്റെ വീടിനെ തൊടുമ്പോൾ ദൈവം പറയാ, ആ സ്ഥിതി മാറ്റിയിട്ട് നിന്റെ വീട്ടിൽ യേശു വെളിച്ചമായി നിന്റെ വീട്ടിൽ വെളിപ്പെടാൻ പോവാ. ആയുസ് ഒടുങ്ങിപ്പോകത്തക്ക രീതിയിൽ ശത്രുവിന്റെ പ്രവർത്തികളും ദുർമന്ത്രങ്ങളും നിനക്കെതിരെ ഉണ്ട്. പക്ഷെ ആത്മാവ് പറയാ, ആ മന്ത്രങ്ങൾ പലതും ഇന്ന് പൊട്ടും. നീ ആരോഗ്യത്തോടെ എഴുന്നേൽക്കുന്ന ദിവസങ്ങൾ വരികയാ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഇച്ചിരി വെളിപ്പാടൂടെ പറയാനുണ്ട്. ഒരു 10 മിനിറ്റൂടെ. ഞാൻ പ്രസംഗം ഇന്ന് 12:30 നിർത്തി ശുശ്രൂഷ ചെയ്യണമെന്ന് വിചാരിച്ചാ നിൽക്കുന്നേ. എത്രയാണെന്ന് എപ്പം നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കാത്തിരിക്കുന്നവർ ശക്തിയെ എന്തോ ശക്തിയെ പുതുക്കണം. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിച്ചേരാ, ശക്തിയെ പുതുക്കണം എന്ന് പറ. ഞാനൊരു വെളിപ്പാട് പറയാം. സാഹചര്യമല്ല വിശ്വാസം. എന്തല്ല? അവര് പറഞ്ഞു, ചിലരോട് പറഞ്ഞു PR തരത്തില്ല, അത് സാഹചര്യം. വിശ്വാസം അത് വാങ്ങിച്ചിരിക്കും. നിനക്ക് വീട് തിരുവനന്തപുരത്ത് തരത്തില്ല, വിശ്വാസം അത് വാങ്ങിച്ചിരിക്കും. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, സാഹചര്യമല്ല വിഷയം, വിശ്വാസം. സാഹചര്യം തെറ്റിയാണ്, പക്ഷെ വിശ്വാസം അല്ല. വേറെ വഴി തുറക്കും. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന് നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ക്ഷീണിക്കാത്ത വിശ്വാസം. മോളൊന്ന് കൈവെക്കോ. നീ തന്നെ. ഞാനൊരു കാഴ്ച കാണുക. ഒരു പ്രാവ് വന്ന് നിന്റെ ഇടതേ കൈയുടെ തോളേൽ ഇവിടെ ഇരിക്കുക. ലോർഡ്, ഞാൻ ഇന്ന് വരെ ഒരു പ്രാവ് വന്ന് ഒരാടെ കയ്യെ ഇരിക്കുന്ന കണ്ടിട്ടില്ല. നല്ല വെള്ള പ്രാവ്. ഞാൻ കർത്താവിനോട് ചോദിച്ചത് എന്താന്ന് ചോദിച്ചു. പറഞ്ഞു, ലോർഡ് ജീസസ്, ഞാൻ ഈ ദിവസങ്ങളിൽ ചില അടയാളങ്ങൾ നിനക്ക് തരാൻ പോവാ. നിന്റെ ചെസ്റ്റിനോട് ബന്ധപ്പെട്ടുള്ള ഒരു പോരാട്ടം ഇന്ന് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോവുക. നിന്റെ അവിടെ ഒരു സൗഖ്യത്തിന്റെ ഇതിനകത്ത് പരിശുദ്ധമാണ്. ഏറ്റവും പുറകെ തൂണെ ചാരിയിരിക്കുന്ന ആന്റി ഒന്ന് കൈപൊക്കിക്കേ. നല്ലതായിട്ട് പൊക്കി പിടിച്ചോ. എന്നിട്ട് ആ കൈ തന്നെ പുറകോട്ട് കൊണ്ടോ ഇവിടെ തൊട്ടെ. അവിടെ ഒരു പ്രശ്നമില്ലേ? ഇല്ലയോ? ഞാൻ നിങ്ങളോട് ആത്മാവി പറയുക, വൈദ്യശാസ്ത്രത്തിന് കഴിയാത്ത ഇപ്പൊ യേശു ചെയ്യാൻ പോവാ. യേശു ആ ദൈവശക്തി ആ വീട്ടിൽ നിന്ന് ഒരു അഭിഷക്തം പോണം. തല കൈവച്ച് പ്രാർത്ഥിക്കണം. ഒരു ശുശ്രൂഷ നടക്കാൻ പോവാ. ഇതൊരു പ്രസംഗം മാത്രമല്ല, നിന്നെ ഒരു ഡെലിവറൻസിലേക്ക്. ലോകത്തിന്റെ പല ഭാഗത്തിരുന്ന് വചനം കാണുന്നവരോട് ഞാൻ പറയാം, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഇന്ന് വലിയ കാര്യങ്ങൾ ഇവിടെ നടക്കും. ഒന്ന് തല കൈവച്ച് പ്രാർത്ഥിച്ച്, മൈറ്റി നെയിം ഓഫ് ജീസസ്. ആ മകളുടെ മേൽ ഇപ്പോൾ വിടുതൽ സംഭവിക്കട്ടെ. അതവിടെ നടക്കട്ടെ. എവിടെ ഇരിക്കുക? അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന് നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. എന്ത് ചെയ്യരുത്? ഒന്ന് തൊട്ടേച്ച് പറ, വിശ്വാസത്തിൽ ക്ഷീണിക്കല്ലെന്ന് പറ. മോനെ, ഒരിക്കലും വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. വിശ്വാസത്തിൽ ക്ഷീണിക്കരുത് ഒരിക്കലും. വിശ്വാസത്തിൽ എന്ത് ചെയ്യരുത്? ഞാൻ നിങ്ങളോട് കാര്യം പറയാം. സാമ്പത്തികമായി ക്ഷീണിച്ചാൽ കുഴപ്പമില്ല, ശാരീരികമായി ക്ഷീണിച്ചാൽ കുഴപ്പമില്ല. അതിൽ നിന്നെല്ലാം നമ്മൾ റിക്കവറായി വരും. പക്ഷെ അതിനേക്കാൾ ഉപരി വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. ഒരാമയും പറഞ്ഞാട്ട് എത്ര പേർക്ക് അതിനാമയും പറയാൻ പറ്റും? വിശ്വാസത്തിൽ എന്ത് ചെയ്യരുത്? ക്ഷീണിക്കരുത്. അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട്. ഇന്നിവിടെ പോകുന്നതിന് മുമ്പ് എന്തോ വേണം? വിശ്വാസത്തിൽ എന്ത് ചെയ്യണം? ശക്തിപ്പെട്ട്. വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. ഞാനൊരു ദൂത് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറയാം. ഓരോ ദിവസവും നമ്മുടെ വിശ്വാസം പുതുക്കണം, ശക്തി പുതുക്കണം.
മനസ്സ് പുതുക്കണം. കാരണം നീ കാണാത്തത് കാണാൻ പോവാ. പ്രവാചകൻ പറയുന്ന ഒരു ഭാഗം, എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും. അടുത്ത പറയാമോ, നീ അറിയാത്തതും മഹത്തായും അഗോചരവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് കാണിച്ചു തരും. നീ അറിയാത്ത മഹത്തായും അഗോചരവുമായ കാര്യം എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയാം, നീ ഇന്ന് രാത്രി നിനക്ക് സ്വപ്നമുണ്ടാകട്ടെ, ഇന്ന് രാത്രി നിനക്ക് ദർശനമുണ്ടാകട്ടെ. ഞാനൊരു വെളിപ്പാട് പറയാം. ചില സംഭവങ്ങളെ ദൈവം ഈ ദിവസങ്ങളിൽ ഒന്ന് കുഴച്ച് മറിക്കാൻ പോവാ. എന്ന് പറഞ്ഞാൽ, ജീസസ് നിന്നെ ഇന്നലകളിൽ നിരാശപ്പെടുത്തിയ ചില പ്രതിസന്ധികളെ തമ്പുരാൻ കുഴച്ച് മറിച്ചിട്ട് നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ചിലത് കാണത്തക്കവണ്ണം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഹൈ റേഞ്ചിലോട്ടൊക്കെ? ഞാൻ ഇന്നലെ ഹൈ റേഞ്ചിൽ പോയി, കുമളിയിൽ പോയി. പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്. മഞ്ഞിങ്ങനെ ഇറങ്ങി വന്ന് പർവ്വതങ്ങളെ ചുംബിച്ചു നിൽക്കുക. അച്ഛാൻ പ്രാർത്ഥിച്ചാൽ, അച്ഛാൻ പ്രാർത്ഥിച്ചാൽ നടക്കാത്ത ചില കാര്യങ്ങൾ ഉടനെ നടക്കും. അതിൽ ഒരു കാര്യം നടന്നാൽ നിന്റെ അവസ്ഥ മാറും. ആ കാര്യം നടക്കാൻ ഇന്ന് നീ ഉള്ളുരുകി പ്രാർത്ഥിച്ചോ. കൈ വിട്ടു പോയ പലതും നിനക്ക് തിരിച്ചു പിടിക്കാം. അതിന് സമയമായിരിക്കുക. ഇങ്ങനെ പോയാൽ നീ ഒരു ഒഴുക്കിൽ ചെന്ന് വീഴും. അതിനു മുമ്പ് ചിലതിനെ തിരിച്ചു പിടിക്കാൻ നിനക്ക് ആത്മാവ് അഭിഷേകം തരാൻ പോവുക. നമ്മൾ അല്പനേരം ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങൾ എത്ര പേര് റെഡിയാണ്? കർത്താവിന് സ്തോത്രം. കൈവിട്ടതെല്ലാം തിരിച്ചു പിടിക്കണം. എത്ര പേര് റെഡിയാണ്? ഞാൻ ആത്മാവിലൊരു കാര്യം പറയാം. ദൈവത്തിന് അടുത്ത 5 ദിവസത്തിനകം പർവ്വതത്തെ മഞ്ഞ് ചുംബിച്ച് നിൽക്കുന്ന പോലെ നിന്റെ ലൈഫിനെ ദൈവപ്രവൃത്തി ചുംബിക്കട്ടെ. വീണ്ടും പറയാ, കാണാത്തത്. 2 മിനിറ്റ് എന്ന് പറയാ, കാണാത്തത് ഞാൻ കാണുമെന്ന് പറ. യോബ് പറയാ, നോക്കിയേ, എല്ലാം നഷ്ടപ്പെട്ട് പിള്ളാരും മരിച്ചു, ഭാര്യ മാറി, സ്വതന്ത്രം, ശരീരവും നഷ്ടപ്പെട്ട് ഓട്ട് കഷ്ണങ്ങളിലൊക്കെ പുഴുവിനെ ചൊറിഞ്ഞിളക്കിക്കൊണ്ട് പുള്ളി പറയാ, ദേ ഞാൻ പറയുന്നൊന്ന് എഴുതി വെക്കണേ. ഇപ്പൊ പേപ്പർ വാങ്ങിക്കാൻ എടുത്തവൻ പറഞ്ഞു, അതുകൊണ്ടല്ല, ഇരുമ്പെഴുത്താണി കൊണ്ട് എഴുതണം. എവിടെ എഴുതണം? പാറയുടെ മണ്ടയ്ക്ക് എഴുതണം. എന്തോ എഴുതാന്? എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിക്കുന്നു, അന്യനല്ല, സ്വന്തം കണ്ണാൽ തന്നെ ഞാൻ അവനെ കാണും. തിരിച്ചറിവുള്ളവർക്ക് സ്തോത്രം ചെയ്യാം. ഈ മെസ്സേജ് തീരുന്നതിന് മുമ്പ് ആത്മാവ് നിന്നോട് പറയുന്നു, നീ കാണും ചിലതിനെ. ഈ പ്രസംഗത്തിൽ പറയണമെന്ന് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് വന്നത്, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ കാരണമാകുമെന്ന പദം പഴയ നിയമത്തിലെ ശുശ്രൂഷ മരണത്തിന്റെ ശുശ്രൂഷയാന്നു, പുതിയ നിയമത്തിലെ ശുശ്രൂഷ തേജസ്സിന്റെ ശുശ്രൂഷയാന്നു. അത് തേജസ് വരുന്ന ശുശ്രൂഷയാന്നൊക്കെ പറയാൻ വന്നതാ. പക്ഷെ ഇവിടെ വന്നിരുന്നപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, അമ്മി അത് പിന്നെ പ്രസംഗിക്ക, ഇപ്പം കാണിക്കുമെന്ന് പറഞ്ഞേക്കാം. ലോർഡ്, അമ്മി അടുത്തിരിക്കുന്ന കൈ കൊടുത്തേച്ച് പറ, ദൈവം നിന്നെ ചിലത് കാണിക്കാൻ പോവാ. വിശ്വാസം ഉണ്ടെ പറ, ദൈവം നിന്നെ ചിലത്. അങ്ങനെ വിശ്വസിക്കുന്നവരെ 2 കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, ദൈവം എന്നെ കാണിക്കും എന്ന് ഉറപ്പുള്ളവരെ 2 കൈ ഒരു നിമിഷം ഉയർത്തിപ്പിടിച്ച് ഒന്ന് പ്രതികരിച്ച്, ദൈവം എന്നെ ഇതുവരെ കാണിക്കാത്ത ചിലത് കാണിക്കും. എണ്ണപ്പെട്ട ദിവസങ്ങൾക്കകം കൈ ഉയർത്തി തന്നെ പിടിച്ച് 1 മിനിറ്റ് ഉയർത്തി പിടിച്ച യേശുവിന്റെ നാമത്തിൽ ദൈവ സാന്നിധ്യം ഒരു മഴ പോലെ പെയ്തിറങ്ങുക. ഇവിടെ 1-2 മിനിറ്റ് കൈ ഉയർത്തി പിടിച്ചോണ്ടെന്ന് പ്രാർത്ഥിച്ച്, എന്തൊക്കെയോ വഴികൾ ഓപ്പൺ ആകുന്നു, ഏതൊക്കെയോ വാതിലുകൾ ഓപ്പൺ ആകുന്നു, ഏതൊക്കെയോ അത്ഭുതങ്ങൾ നടക്കാൻ പോകുക. ആ കൈ ഉയർത്തി ഒന്ന് പിടിച്ചോണ്ട്